വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB എക്സാമുകൾക്ക് വേണ്ടിയുള്ള ജനറൽ സയൻസ് ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ലൈറ്റ് എന്ന ടോപ്പിക്കിനെ പറ്റി പഠിച്ചു. എന്താണ് ലൈറ്റ് എന്നും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെ പറ്റി നമ്മൾ പഠിച്ചു. ആ റിഫ്ലക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ടെന്നും പഠിച്ചു. സോ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുക. അപ്പോൾ ഈ പറയുന്ന മുന്നത്തെയുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്തുള്ള പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സയൻസിൻ്റെ ടോപ്പിക്കുകളും അതുപോലെ തന്നെ മുൻവർഷം നടന്ന RRB ഗ്രൂപ്പ് D എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മളവിടെ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇനി ആദ്യത്തെ ക്ലാസ്സുകളായതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിൻ്റെ PDF കിട്ടണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ആ ടെലഗ്രാം ചാനലിലായിരിക്കും നമ്മൾ ഈ പറയുന്ന എല്ലാ ക്ലാസ്സുകളുടെയും PDF അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ റിഫ്ലക്ഷൻ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് റിഫ്ലക്ഷനുമായി അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന മിറേഴ്സിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് മിററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കണ്ണാടി അല്ലേ, മുഖം നോക്കാൻ വേണ്ടിയുള്ള കണ്ണാടി. അപ്പോൾ വരുന്ന ലൈറ്റുകളെ എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നു, ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കണ്ണാടികൾ അല്ലെങ്കിൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് മിറേഴ്സിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നാണ് പ്ലെയിൻ മിറേഴ്സും മറ്റൊന്ന് സ്പെറിക്കൽ മിറേഴ്സും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിലാദ്യം വരുന്നതാണ് എന്താണ് പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ മുഖം നോക്കുന്ന കണ്ണാടി. അതാണ് എന്ത്, പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അതായത് പ്ലെയിൻ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത്തരത്തിലൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അതിലൊരു തരത്തിലുള്ള കർവ് ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള കണ്ണാടികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലെയിൻ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് ഫ്ലാറ്റ് ആയിരിക്കും, അത് പോളിഷ്ഡ് ആയിരിക്കും. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ത് ചെയ്യും, എപ്പോഴും ഒരു വെർച്വൽ ഇമേജ് ഫോം ചെയ്യിക്കും. അപ്പോൾ എന്താണ് വെർച്വൽ ഇമേജും റിയൽ ഇമേജും എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് സാധാരണ ഒരു പ്ലെയിൻ മിററിൻ്റെ റേ ഡയഗ്രം എന്ന് പറയുന്നത്. റേ ഡയഗ്രങ്ങളെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് ഒരു സാധാരണ കണ്ണാടി എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സാധാരണ കണ്ണാടി. ഈ കണ്ണാടിയിൽ ഇവിടെയായിട്ട് ആര് നിൽക്കുകയാണ്, ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ്, അതായത് ഒബ്ജക്റ്റ് ലൈറ്റ് പുറപ്പെടുവിക്കും എന്നല്ല, മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് വന്ന് തട്ടി വരുന്ന ലൈറ്റ് എന്ത് ചെയ്യുന്നു, നേരെ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് നേരെ എങ്ങോട്ട് വരുന്നു, ലൈറ്റ് നേരെ വരുന്നത് എങ്ങോട്ടാണ്, നമ്മുടെ മിററിലോട്ടാണ്. മിററിലോട്ട് വരുന്നു. നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും. ആ നിയമത്തിൻ്റെ പേരാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ലൈറ്റ് എന്ത് ചെയ്യും, അതേ പാത്തിൽ തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ലൈറ്റ് എന്ത് ചെയ്യും, നേരെ തിരിച്ചു പോകും. ഇനി മറ്റൊരു ലൈറ്റ് റേ, ഏതോ ലൈറ്റ് റേ, ഒരുപാട് റേസ് ഉണ്ട്, നമ്മൾ രണ്ടെണ്ണം എടുക്കുന്നേ ഉള്ളൂ. മറ്റൊരു റേ ഓഫ് ലൈറ്റ് വന്ന് തട്ടുന്നു, അതെന്ത് ചെയ്യുന്നു, ഒരു ഗിവൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ അതേ ആംഗിൾ എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പോൾ ആ നിയമം അനുസരിച്ച് ഇത് റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, രണ്ട് ഇമേജ് അല്ലെങ്കിൽ രണ്ട് ലൈറ്റ് റേയും പരസ്പരം ഡൈവേർജ് ചെയ്ത് ദൂരേക്കാണ് പോകുന്നത്. അതായത് ഇതൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈറ്റ് റേസ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് തട്ടിയതിന് ശേഷം എപ്പോഴാണോ കൂട്ടിമുട്ടുന്നത് അവിടെയാണ് എന്തുണ്ടാകുന്നത്, ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലെയിൻ മിററിൽ തട്ടിപ്പോകുന്ന ലൈറ്റ് റേസ് ഏതെങ്കിലും രണ്ട് ദിശയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മീറ്റ് ചെയ്യത്തില്ല. പിന്നെ നമ്മളെങ്ങനെ ഇമേജ് കാണുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ നമ്മൾ ഈ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ ഈ ലൈറ്റ് റേ പോകുന്ന പാത്ത് നമ്മൾ കാണും. അതായത് ഈ ലൈറ്റ് റേ ഇങ്ങോട്ടും പോകുന്ന പാത്ത് കണ്ണാടിക്കകത്ത് നമ്മൾ റിഫ്ലക്ഷനായിട്ട് കാണും. അപ്പോൾ നമ്മൾ അതിനെ പുറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും, പറയും ഒരു ഇമേജ് എവിടെ നിൽപ്പുണ്ട്, കണ്ണാടിക്ക് അകത്ത് നിൽക്കുന്നതായിട്ട് പറയും. അതായത് ആക്ച്വലി അവിടെ ഒരു ഇമേജ് ഇല്ല, നമ്മുടെ ബ്രെയിന് തോന്നുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആ ഇമേജിനെ എന്തെന്ന് വിളിക്കും, വെർച്വൽ ഇമേജ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും, വെർച്വൽ ഇമേജ്. അപ്പോൾ വെർച്വൽ ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്, ആക്ച്വലി റേസ് എന്ത് ചെയ്യുന്നില്ല, മീറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി മീറ്റിംഗ്. നമുക്ക് അപ്പിയർ ചെയ്യുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറ്റുന്നത്. ഈ പോയ പാത്തിനെ നമ്മളെ കണ്ണാടിക്കകത്ത് നമ്മൾ വീണ്ടും റിഫ്ലക്ഷനായിട്ട് കണ്ട് നമ്മുടെ ബ്രെയിനിന് എന്ത് തോന്നും, ആ ലൈറ്റ് വരുന്നതായിട്ട് തോന്നും. അങ്ങനെ നമ്മൾ എന്ത് കാണും, പ്രതിബിംബം കാണും. ഓക്കെ, നമ്മൾ എന്ത് കാണും, പ്രതിബിംബം കാണും. അങ്ങനെ ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ് എന്ത് ഇമേജ് എന്ന് വിളിക്കും, നമ്മൾ വെർച്വൽ ഇമേജ് എന്ന് വിളിക്കും. എന്ത് ഇമേജ് എന്ന് വിളിക്കും, വെർച്വൽ ഇമേജ്. റിയൽ ഇമേജിൻ്റെ പ്രത്യേകത അത് നമുക്ക് ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ വെർച്വൽ ഇമേജ് ഒരിക്കലും നമുക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണാടിക്കകത്ത് നിങ്ങളെപ്പോലെ ഒരാളെ കാണും. പക്ഷേ ഒരിക്കലും അകത്ത് നിൽക്കുന്ന ആളുടെ ഫോട്ടോ നമുക്ക് മറ്റൊരു കണ്ണാടിയിൽ എന്ത് ചെയ്യാൻ, മറ്റൊരു
എന്താണ് സർഫസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കിട്ടത്തില്ല. അതായത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണാടിക്കകത്ത് നിങ്ങളെപ്പോലത്തെ ഒരു ഇമേജ് കാണും, പക്ഷേ ഒരിക്കലും നിങ്ങളുടെ പുറകിലോ സൈഡിലോ ലെഫ്റ്റിലോ റൈറ്റിലോ ആയിട്ടൊന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇമേജ് കാണത്തില്ല. കറക്റ്റ് കണ്ണാടിക്കകത്ത് ഒരൊറ്റ ഇമേജ് നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലാത്ത കേസിൽ കൺഫ്യൂഷൻ ആയി കാണും അല്ലേ? വേറെ ഒന്നും വിചാരിക്കേണ്ട. ഒബ്ജക്റ്റ് നിൽക്കുന്നു, ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ കണ്ണാടിയിൽ തട്ടുന്നു, തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്ന പാത്ത് നമ്മൾ പുറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇമേജ്, അതാണ് വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. മിഥ്യ എന്നാണ്. അതായത് ആക്ച്വലി അവിടെ ഒരു ഒബ്ജക്റ്റോ ഇമേജോ ഇല്ല, നമുക്ക് തോന്നുന്നതാണ്. അങ്ങനെ കണ്ണാടി പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പ്രോപ്പർട്ടി അത് വെർച്വലാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഇറക്റ്റ് ആണ് എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ തന്നെ നേരെ നിൽക്കുന്ന ഒരു ഇമേജാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ? നിങ്ങൾ നേരെ നിൽക്കുമ്പോൾ കണ്ണാടിക്കകത്ത് നിങ്ങളുടെ തലകുത്തനെയുള്ള ഇമേജ് അല്ലല്ലോ കണ്ടത്. സോ അതാണ് ഇറക്റ്റ് ഇമേജ്, നേരെ നിൽക്കുന്ന ഇമേജ്. ഇനി ഈ ഇമേജ് ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. നിങ്ങൾക്കറിയാം അല്ലേ? നമ്മുടെ വലത് കൈ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്തായിരിക്കും, ഇടതായിരിക്കും. നമ്മുടെ ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ ആംബുലൻസ് എന്ന് തിരിച്ചെഴുതിയേക്കുന്നതിൻ്റെ റീസണും ലാറ്ററൽ ഇൻവേർഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മാത്രമല്ല, ഒബ്ജക്റ്റിൻ്റെ സൈസ്, അതായത് നമ്മുടെ അതേ വലിപ്പമായിരിക്കും ഇമേജിനും ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, സെയിം സൈസ് ആസ് ദ ഒബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റും. അതായത് ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സെയിം സൈസ് ആയിരിക്കും. അപ്പോൾ പറഞ്ഞേ, പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജ് വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഈ വെർച്വലും ഇറക്റ്റും ഒരുമിച്ച് പഠിച്ചു വെച്ചോ. എല്ലാ വെർച്വൽ ഇമേജസും എന്തായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജ് വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും, അത് ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് ആയിരിക്കും. അതിനാണ് നമ്മളവിടെ മാഗ്നിഫിക്കേഷൻ ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞുതരാം. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ 1 ആയിരിക്കും എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും എന്തായിരിക്കും, സെയിം ആയിരിക്കുമെന്ന് ആണ്. കണ്ടോ, ഒബ്ജക്റ്റ് അതിൻ്റെ വെർച്വൽ ആയിട്ടുള്ള ഇമേജ്, ഒബ്ജക്റ്റ് അതിൻ്റെ വെർച്വൽ ആയിട്ടുള്ള ഇമേജ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി സ്പെറിക്കൽ മിറേഴ്സിലോട്ട് പോവാം. എന്താണ് സ്പെറിക്കൽ മിറർ? സ്പെറിക്കൽ മിററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പിയറിൽ നിന്ന്, ഒരു സ്പിയർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, സർക്കിളിൻ്റെ 3 ഡയമെൻഷണൽ ഫോമാണ് സ്പിയർ. ഒരു സ്പിയറിൽ നിന്നും നമ്മൾ 2 ഭാഗങ്ങളെ കട്ട് ചെയ്ത് മാറ്റിയെന്ന് വിചാരിക്കാം. അപ്പോൾ കിട്ടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു സൈഡ് പോളിഷ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ്, ഞാനിതിൻ്റെ അകത്ത ഭാഗത്തിനെ റഫാക്കി വെച്ചു. അകത്ത ഭാഗത്തിന് എന്ത് ചെയ്തു, ഞാൻ റഫാക്കി വെച്ചു. അതിൽ ഞാനൊരു മെറ്റൽ ഓക്സൈഡിൻ്റെ കോട്ടിങ്ങും കൊടുത്തു. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ്, സ്മൂത്ത് ആയിട്ടുള്ള സർഫസാണ്. അതുപോലെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സൈഡിന് ഞാൻ എന്ത് ചെയ്തു, റഫാക്കുന്നു. ഇങ്ങനത്തെ ബ്രൗൺ ലൈൻ വരയ്ക്കുന്ന റഫാക്കുന്നു എന്ന് കാണിക്കാനാണ്. ഇതെന്താക്കി വെച്ചു, ഈ സൈഡ് സ്മൂത്ത് ആക്കി വെച്ചു. അപ്പോൾ എനിക്ക് ഒരു സ്പിയറിൽ നിന്ന്, ഒരു സ്പിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളോ ആയിട്ടുള്ള സ്പിയർ, അത് കണ്ണാടി കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയതായിരിക്കും, അത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഭാഗത്തിനെ കട്ട് ചെയ്ത് മാറ്റി. ആ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്തിൻ്റെ ഒരു വശം നമ്മൾ റഫാക്കി, മറ്റൊരു വശം സ്മൂത്താക്കി. അങ്ങനെ ഒരു സ്പിയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത കണ്ണാടിയാണ് നമ്മൾ സ്പെറിക്കൽ മിറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സ്പെറിക്കൽ മിററിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് പാർട്ട് ഓഫ് എ ഹോളോ സ്പിയർ അല്ലേ? ഒരു ഹോളോ, അകത്തൊന്നും ഇല്ലാത്ത ഒരു സ്പിയറിൻ്റെ നിന്നും കട്ട് ചെയ്തെടുത്തൊരു ഭാഗം അതിനൊരു കണ്ണാടിയാക്കി മാറ്റിയാൽ കിട്ടുന്നതാണ് സ്പെറിക്കൽ മിറർ. ഈ സ്പെറിക്കൽ മിറർ എങ്ങോട്ടാണ് കർവ് ചെയ്തിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കോൺകേവ് മിറർ എന്നും കോൺവെക്സ് മിറർ എന്നും. റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തേക്ക് വളഞ്ഞിരിക്കുകയാണെങ്കിൽ, റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തേക്ക് വളഞ്ഞിരിക്കുകയാണെങ്കിൽ, ഒരു ഗുഹ പോലെ അകത്തേക്ക് വളഞ്ഞിരിക്കുകയാണെങ്കിൽ അതാണെന്ത്, കോൺകേവ്. അതാണെന്ത്, കോൺകേവ്. ഇനി റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് പുറത്തേക്ക് വളഞ്ഞിരിക്കുകയാണെങ്കിൽ, റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് പുറത്തേക്ക് വളഞ്ഞിരിക്കുകയാണെങ്കിൽ അതാണെന്ത്, കോൺവെക്സ്. അങ്ങനെ 2 തരം സ്പെറിക്കൽ മിറേഴ്സ് ആണുള്ളത്, കോൺകേവും കോൺവെക്സും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിതുവരെ പഠിച്ച പോയിന്റ് എന്താണ്, ഒരു മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. 2 തരമുണ്ട്, പ്ലെയിൻ ഉണ്ട്, സ്പെറിക്കൽ ഉണ്ട്. അതിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ഫ്ലാറ്റും പോളിഷുമായി കിടക്കുന്നതാണെങ്കിൽ അത് പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ റേ ഡയഗ്രം നമ്മൾ കണ്ടു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ഇമേജ് ആണ്. ആ വെർച്വൽ മാത്രമല്ല, അത് എന്ത് കൂടെ ആയിരിക്കും, അത് ഇറക്റ്റ് കൂടെ ആയിരിക്കും, അത് ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കും, അത് ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് ആയിരിക്കും. അതായത് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. മുഖം നോക്കാനാണ് സാധാരണഗതിയിൽ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് സ്പെറിക്കൽ
മിറർ. ഒരു ഹോളോ സ്പിയറിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ഭാഗത്തിന് നമ്മൾ കണ്ണാടിയാക്കി മാറ്റിയാൽ കിട്ടുന്നത് സ്പെറിക്കൽ മിറർ. സ്പെറിക്കൽ മിറർ എങ്ങോട്ട് കർവ് ചെയ്തിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് തരം, കോൺകേവും കോൺവെക്സും. അകത്തോട്ട് വളഞ്ഞിരുന്നാൽ കോൺകേവ്, പുറത്തോട്ട് വളഞ്ഞിരുന്നാൽ കോൺവെക്സ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ കോൺകേവും കോൺവെക്സിനെ പറ്റി പഠിക്കണം. ആദ്യം പഠിക്കുന്നത് കോൺകേവ്. അപ്പോൾ കോൺകേവ് എന്നറിയാം, അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അകത്തേക്ക് വളഞ്ഞിരിക്കുന്നതായിരിക്കും. ഇതാ ഈ കാണുന്നത് ഒരു കോൺകേവ് മിററാണ്. കണ്ടോ, റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കോൺകേവ് മിററുമായി ബന്ധപ്പെട്ട കുറച്ച് നെയിംസ് നമുക്ക് പഠിക്കണം. നിങ്ങൾക്കറിയാം, പഠിച്ചിട്ടുള്ള കാര്യമാണ്, സോ ഒന്ന് ഓർമ്മിച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു കണ്ണാടി. ഈ കണ്ണാടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഏതോ ഒരു സ്പിയറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? മുറിച്ചെടുത്തത്. അപ്പോൾ ആ സ്പിയറിന് ഒരു സെൻറ്റർ ഉണ്ടാകുമല്ലോ, ഉണ്ടാകും. ഏതൊരു സർക്കിളിനും സെൻറ്റർ ഉണ്ടാവുന്ന പോലെ സ്പിയറിന് ഒരു സെൻറ്റർ ഉണ്ടാവും. അങ്ങനെ ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഏതാണോ അതിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. എന്താണ്? സെൻറ്റർ ഓഫ് കർവേച്ചർ, കർവേച്ചറിൻ്റെ സെൻറ്റർ. അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് ദ സ്പെറിക്കൽ മിറർ ഈസ് എ പാർട്ട്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സി എന്നാണ്. അപ്പോൾ ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി സെൻറ്റർ ഓഫ് കർവേച്ചർ തൊട്ട് കണ്ണാടിയുടെ നടുക്ക് വരെയുള്ള ഈ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. മിറർ പാർട്ടായ സ്പിയർ ഏതോ അതിൻ്റെ റേഡിയസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാപിറ്റൽ ആർ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് ലീനിയർ അപ്പർച്ചർ. എന്ന് വെച്ചാൽ നോക്ക്, ഈ ഫുൾ സർക്കിൾ ഉണ്ടല്ലോ അല്ലേ, ഈ ഫുൾ സർക്കിളിനെ നമ്മൾ കണ്ണാടിയാക്കിയില്ലല്ലോ, നമ്മൾ ഇത്രയും പാർട്ടിനല്ലേ കണ്ണാടിയാക്കിയുള്ളൂ. അപ്പോൾ ഇത്രയും കണ്ണാടിയാക്കിയ പാർട്ട് ഞാൻ അതിനെ എക്സ് വൈ എന്ന് വിളിക്കുന്നു. എങ്കിൽ ഈ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീനിയർ അപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എക്സ്ട്രീം പോയിന്റ് എക്സ് ആൻഡ് വൈ ഓഫ് ദ പെരിഫറി ഓഫ് ദ മിറർ. എക്സും വൈക്കും തമ്മിലുള്ള ദൂരം എന്ന് വെച്ചാൽ എത്ര ദൂരം കണ്ണാടിക്ക് നീളമുണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ലീനിയർ അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കണ്ണാടി എന്ന് പറയുന്ന സ്പിയറിൽ നിന്നാണ് എടുക്കുന്നത്. ആ സ്പിയറിനൊരു സെൻറ്റർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ മുതൽ കണ്ണാടിയുടെ നടുക്ക്, ഇതിനെ പോളെന്നാണ് വിളിക്കുന്നത്, അത് പിന്നെ പഠിക്കാം. അതുവരെയുള്ള ദൂരത്തിന് വിളിക്കുന്ന പേര് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി ഈ പറയുന്ന കണ്ണാടിയുടെ എക്സ്ട്രീം പോയിന്റുകൾ തമ്മിലുള്ള ദൂരത്തിന് വിളിക്കുന്ന പേര് ലീനിയർ അപ്പർച്ചർ. ഓക്കെ ആണല്ലോ. അടുത്ത 2-3 പോയിന്റ് കൂടെ. ഒന്ന്, കണ്ണാടിയുടെ മിഡ് പോയിന്റ്, അതിനെ വിളിക്കുന്ന പേരാണ് പോള് പി. അപ്പോൾ പോൾ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ അപ്പർച്ചർ. അല്ല, നമ്മൾ നേരത്തെ എക്സ് വൈ പറഞ്ഞ അപ്പർച്ചറിൻ്റെ നടുക്ക്, കണ്ണാടിയുടെ നടുക്കത്തെ പോയിന്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ശ്രദ്ധിച്ചോളണേ, ഈ കണ്ണാടിയുടെ നടുക്കത്തെ പോയിന്റ് പോളിനെയും സർക്കിളിൻ്റെ സെൻറ്ററായ സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും ചേർത്ത് നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി പ്രിൻസിപ്പൽ ആക്സിസ് അല്ലാതെ നമ്മളിവിടെ വേറെ ഏതെങ്കിലും ഒരു ലൈൻ വരച്ചാൽ അതിനെയാണ് സെക്കൻഡറി ആക്സിസ് എന്ന് വിളിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണൊരു സ്പെറിക്കൽ മിററിൻ്റെ ബേസിക് ടേംസ്. തീരുന്നില്ല, ദാ ഇവിടെ കണ്ടോ, ഫോക്കസ് കണ്ടോ, ഫോക്കസ്. അപ്പോൾ എന്താണ് ഫോക്കസ് എന്ന് നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കും, വേറൊന്നുമില്ല. നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ഇപ്പോൾ പഠിച്ചല്ലോ. എന്താ പ്രിൻസിപ്പൽ ആക്സിസ്? സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും ചേർത്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് നേരെ വരുന്ന, പ്രിൻസിപ്പൽ ആക്സിസിന് നേരെ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിന് പാരലായി വരുന്ന റേസ്, പ്രിൻസിപ്പൽ ആക്സിസ് ഇതാണെങ്കിൽ അതിന് നേരെ ഇതാണ് പാരലൽ എന്ന് പറയുന്നത്. അങ്ങനെ പാരലായി വരുന്ന റേസ് കണ്ണാടിയിൽ തട്ടിയിട്ട് ഈ റേസ് എല്ലാം കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരൊറ്റ പോയിന്റിലായിരിക്കും. ഏത് സ്പെറിക്കൽ കോൺകേവ് മിറർ എടുത്താലും ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്, അല്ലെങ്കിൽ എഫ് എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന വെറും ഫോക്കസ്. അപ്പോൾ എന്താണ് ഫോക്കസ് എന്ന് വെച്ചാൽ, നമ്മുടെ റേസ് എവിടെ വരുന്നു? ദ ലൈറ്റ് റേസ് വിച്ച് ആർ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് മിറർ ആഫ്റ്റർ എന്ത് ചെയ്യുന്നു? റിഫ്ലക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ്. ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ ഫോക്കസ്. നമ്മൾ അതിനെ ക്യാപിറ്റൽ എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫോക്കൽ ലെങ്ത്? ഫോക്കസ് കിട്ടിയ ഫോക്കൽ ലെങ്ത് പറയാൻ ഒരു പാടുമില്ല. ഈ പറയുന്ന പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ടല്ലോ, ഈ പറയുന്ന പ്രിൻസിപ്പൽ ഫോക്കസും പോളിനും ഇടയിലുള്ള ദൂരമാണെന്ത്? ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ ഫോക്കസ് ഓഫ് ദ മിറർ. ഇവിടെ ഒരു പ്രീവിയസ് ചോദ്യമുണ്ട്, 2018 ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് റേഡിയസുമായിട്ടുള്ള ബന്ധം എന്താണ്? നോക്ക്, നമ്മളിപ്പോൾ പറഞ്ഞ റേഡിയസ് ഓഫ് കർവേച്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തായിരുന്നു റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ? സെൻറ്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് തൊട്ട് പോൾ വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്
എന്തായിരിക്കും? ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, വെട്ടിക്കോളേ, നോക്കിയോ. ഈ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയായിരിക്കും. അല്ലെങ്കിൽ തിരിച്ചു പറയാം, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോക്കൽ ലെങ്തിൻ്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ, ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, നോക്കണ്ട. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോക്കൽ ലെങ്തിൻ്റെ ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയായിരിക്കും. ഇവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ട്, ഇനിയും വരാം, ഉറപ്പായിട്ടും പഠിക്കണം. അപ്പോൾ ഇതാണ് എന്ത്? കോൺകേവ് മിറർ. ഇനി ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? റിഫ്ലക്ടറായിട്ട്. നമ്മുടെ ഈ പറയുന്ന ടോർച്ച് ലൈറ്റ്, നമ്മുടെ വണ്ടികളുടെ ഹെഡ് ലൈറ്റ്, അതിലേക്ക് റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? കോൺകേവ് മിററിനെയാണ്. ഓക്കെ, കാരണം കോൺകേവ് മിററിന് അത് നമുക്ക് അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പാരലായ റേസിനെ പുറത്തോട്ട് തരും എന്നുള്ളത് കൊണ്ട് നമ്മൾ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന കണ്ണാടി കണ്ടോ, ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന കണ്ണാടി അതും എന്താണ്? കോൺകേവ് ആണ്, ടൂത്ത് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത്, ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മൾ സാധാ കണ്ണാടി ഉപയോഗിക്കുമെങ്കിലും ഷേവിംഗ് മിറർ എന്നൊരു സാധനമുണ്ട്, അവിടെ ഉപയോഗിക്കുന്നത് സോളാർ റേഡിയേഷൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സോളാർ കുക്കർ പോലെയുള്ള സാധനങ്ങളിൽ എന്തുപയോഗിക്കുന്നുണ്ട്? കോൺകേവ് ഉപയോഗിക്കുന്നുണ്ട്. ആസ്ട്രോണമിക്കൽ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പുകളിൽ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺകേവ് ലൈറ്റിൻ്റെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഡെന്റിസ്റ്റിൻ്റെ മിററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നുണ്ട്, ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ടെലസ്കോപ്പുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇതാണ് എന്ത്? കോൺകേവ് മിററിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺവെക്സിലോട്ട് പോകാമല്ലോ. അപ്പോൾ കോൺവെക്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പുറത്തേക്ക് വളഞ്ഞിരിക്കുകയാണെങ്കിൽ അതാണ് എന്ത്? കോൺവെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ മിറർ ഇൻ ദ കോൺവെക്സ് മിറർ ഇസ് എ സ്പെറിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതാണ് സർക്കിൾ വരുന്നത്. ആ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അവിടുത്തെ ഇവിടം വരെയുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ പറയുന്ന സെൻറ്റർ പോയിന്റ് ആണ് പോളും സെൻറ്റർ ഓഫ് കർവേച്ചറും ചേർത്ത് വരച്ചാൽ കിട്ടുന്നതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അതൊക്കെ മറ്റതുപോലെ തന്നെ അവിടെ ഇടതുവശത്ത് വന്നെങ്കിൽ ഇവിടെ വലതുവശത്ത് വന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാലും തൽക്കാലം സംഭവങ്ങളൊക്കെ എന്താണ്? ഏതാണ്ട് സെയിം ആണ്. ഓക്കെ അല്ലേ? ശരി. ഇനി പ്രിൻസിപ്പൽ ഫോക്കസിനകത്തൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്തായിരുന്നു? കോൺകേവിൽ നമ്മൾ എന്താ പറഞ്ഞത്? പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, അതിന് പാരലായിട്ട് വരുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ കടന്നു പോകുന്ന പോയിന്റാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഫോർ എ കോൺകേവ്. കോൺവെക്സ് വരുമ്പോൾ പ്രശ്നം എന്താ? കോൺവെക്സ് വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺവെക്സ് പുറത്തോട്ട് വളഞ്ഞായിരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് നേരെ വരുന്ന ലൈറ്റ് റേസ് തട്ടിയിട്ട് എന്ത് ചെയ്യും? അത് പുറത്തോട്ടാണ് പോകുന്നത്. അത് അകത്തോട്ട് വരുമോ? ഇല്ല, അത് എങ്ങോട്ട് പോകും? പുറത്തോട്ട് പോകും. അപ്പോൾ ഈ പുറത്തോട്ട് പോകുന്ന റേസിന് നമ്മൾ മറ്റേ പ്ലെയിൻ മിററിൽ പഠിച്ച പോലെ പുറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ വന്ന് മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റാണ് എന്ത്? കോൺവെക്സിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദ പാരലൽ ബീം ഓഫ് ലൈറ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഡസ് നോട്ട് ആക്ച്വലി പാസ് ത്രൂ ദ ഫോക്കസ്. കണ്ടോ, ഇങ്ങോട്ട് വന്ന് പാസ് ചെയ്യത്തില്ല, കാരണം അകത്തോട്ട് കണ്ണാടിക്കകത്തോട്ട് ലൈറ്റിന് പോകാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ എന്ത് പറ്റും? അത് പുറത്തോട്ട് പോകും. സോ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി കമ്മിങ് ഫ്രം എ പോയിന്റ് ബിഹൈൻഡ് ദ മിറർ അല്ലേ. ഈ പറയുന്ന ലൈറ്റ് റേസ് ഈ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നിക്കും. ആ വരുന്ന പോയിന്റാണ് എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു കണ്ണാടി എന്നിരിക്കട്ടെ, ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് തട്ടിയിട്ട് പുറത്തോട്ട് പോകുന്ന റേസ് വന്നു ചേർന്നത് ഈ പോയിന്റിൽ നിന്നെന്ന് വിചാരിക്കുന്നു. ആ പോയിന്റാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസും ഇത് പോളും തമ്മിലുള്ള ദൂരം തന്നെയാണ് എന്ത്? ഫോക്കൽ ലെങ്ത്. അതിന് മാറ്റമൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിക്കോ, പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ വ്യത്യാസം നോക്കിക്കോ. കോൺവെക്സ് മിററും കോൺകേവ് മിററും. കോൺവെക്സ് മിററാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതാണ് കോൺവെക്സ്, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, ഇവിടെയാണ് എന്ത്? ഫോക്കസ്. അതായത് കണ്ണാടിയുടെ പിറകിലാണ് ഫോക്കസ്. കോൺകേവ് ആണെങ്കിൽ ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, ഇതാണ് റേസ്, ഇതാണ് എന്ത്? ഫോക്കസ്. കണ്ണാടിക്ക് മുന്നിലാണ് എന്തെന്ന് പറയുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത്. നോക്കിയോ, ദ ഫോക്കസ് ലൈസ് ബിഹൈൻഡ് ദ മിറർ. കണ്ടോ, കണ്ണാടിക്ക് പുറകിൽ. കോൺകേവ് ആണെങ്കിൽ ഫോക്കസ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, കണ്ണാടിക്ക് മുന്നിൽ. ഇനി ദ ഫോക്കസ് ഈസ് വെർച്വൽ അല്ലേ. ഇത് ആക്ച്വലി വന്നതാണോ? അല്ല, അപ്പിയേഴ്സ് ടു ബി ആണ്. അപ്പോൾ ഇതെന്താണ്? വെർച്വൽ ആയിട്ടുള്ള ഫോക്കസ് ആണ്. എന്താണ്? വെർച്വൽ ഫോക്കസ് ആണ്. പക്ഷേ കോൺകേവിൽ എന്താണത്? അത് റിയൽ ഫോക്കസ് ആണ്, ആക്ച്വലി മീറ്റ് ചെയ്യുന്നു. വ്യത്യാസം മനസ്സിലായല്ലോ.
ഇനി കോൺവെക്സിൻ്റെ ഉപയോഗങ്ങൾ എവിടെയാണ്? കോൺവെക്സിന് യൂസ് ഉണ്ട് നമ്മുടെ കണ്ണാടി വണ്ടികളിൽ പുറകിലോട്ട് നോക്കുന്ന റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. അതുപോലെ നമ്മുടെ കടകളിലും വളവുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഒക്കെ നമ്മൾ എല്ലാ വശത്തു നിന്ന് വണ്ടികളെ കാണാൻ വേണ്ടി വയ്ക്കുന്ന സെക്യൂരിറ്റി മിറേഴ്സ് എന്ന് പറയുന്നതും എന്താണ്? കോൺവെക്സ് ആണ്. ഈ സാധനം നിങ്ങൾ ജംഗ്ഷനിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കടകളിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പാർക്കിംഗ് യാർഡുകളിലൊക്കെ നമുക്കല്ലേ നമ്മൾ ഇങ്ങനെ ഒരു വലിയ സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് ഒരു ബൈ റോഡ് വന്ന് കയറുമ്പോൾ ആ ബൈ റോഡിൻ്റെതായി ഈ പോയിന്റിലായിട്ട് ഈ കണ്ണാടി വെച്ചേക്കും. എങ്കിൽ എന്താ പറ്റുന്നത്? ഇവിടുന്ന് വരുന്ന വണ്ടിക്ക് ഇവിടുന്നും വരുന്ന വണ്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഓക്കെ, അതും എന്താണ്? കോൺവെക്സ് മിററാണ്. കാരണം ഈ കോൺവെക്സ് മിററിൻ്റെ ഈ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെച്ചോ, ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ്. എന്താണ്? ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ് എന്ന് വെച്ചാൽ നോക്ക്, അപ്പോൾ ഇതല്ലേ നമ്മുടെ ഒരു കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. കോൺവെക്സ് കണ്ടോ, ഇത് കോൺകേവ് കണ്ടോ. കോൺകേവിൽ ഇത്രയും സ്ഥലത്ത് നിന്ന് വരുന്ന ലൈറ്റ് റേസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും. പക്ഷേ കോൺവെക്സിന് കണ്ടോ, ഇത്രയും സ്ഥലത്ത് നിന്നുള്ള എന്താണ് ലൈറ്റ് കിട്ടും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീൽഡ് ഓഫ് വ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൺവെക്സിന് ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ റിയർ വ്യൂ ആയിട്ട് ഉപയോഗിക്കുന്നു. മറ്റൊന്ന്, ഇതിലെപ്പോഴും ഉണ്ടാവുന്നത് വെർച്വലും അതുപോലെ തന്നെ ഇറക്റ്റുമായിട്ടുള്ള ഡിമിനിഷ്ഡ് ഇമേജുകളാണ്. അത് നമുക്ക് റേ ഡയഗ്രം പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ കണ്ണാടികളെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും സെറ്റാക്കി പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നൊരു ഭാഗം പഠിക്കാനുണ്ട്. ആ ഇമേജ് ഫോർമേഷൻ നമുക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് ലെൻസിലോട്ട് പോവാം. പിന്നെ ഇതിനകത്ത് മിറർ ഫോർമുല വരുന്നുണ്ട്. വലിയ ഭാഗമാണ്. ചെറിയ ഒരു 10-20 മിനിറ്റ് വരുന്ന ചെറിയ ക്ലാസ്സുകളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.